നക്ഷത്ര മണ്ഡലത്തിനും ഭൂമിക്കും മധ്യേ പാഞ്ഞു നടന്നിരുന്ന കേഴ്സുകളെന്നല്ല, അവരെ തന്നെ മുദ്രയിട്ട് പിടിക്കുവാൻ ഒരുങ്ങിയ സോഴ്സറർ എന്ന മന്ത്രവാദികളെ പോലും എന്തിന് ത്രിലോകങ്ങളിലും ഒരുപോലെ ആരാധിക്കപ്പെടുന്ന സാക്ഷാൽ സാഥറോ ഗോജോവിനെ പോലും 8 ദിക്കും പൊട്ടിക്കുമാറുള്ള ഭീഷണി സ്വരത്തോടെ താൽക്കാലികമായി കീഴടക്കി പരാജയപ്പെടുത്തി വെട്ടിനുറുക്കിയ കേഴ്സുകളുടെ ഊർജമില്ലാതെ നരകത്തിലേക്ക് തള്ളിയിടപ്പെട്ട മന്ത്രവാദികളുടെ ആരാചാർ. അദ്ദേഹം വ്യവസ്ഥയ്ക്ക് മുകളിൽ ഉയർന്നില്ല, അദ്ദേഹം അത് തകർക്കുകയാണ് ചെയ്തത്. അതെ, ആധിപത്യങ്ങൾ യുദ്ധങ്ങളും ഭരിക്കുന്നതിനു മുമ്പ്, ശപിക്കപ്പെട്ട വിദ്യകൾ വിധി തീരുമാനിക്കുന്നതിനു മുമ്പ് ജുജുത്സു ലോകത്തിന് മനസ്സിലാക്കുവാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. ശപിക്കപ്പെട്ട ഊർജമില്ല, സാങ്കേതിക വിദ്യയുമില്ല. ശപിക്കപ്പെട്ട ഊർജം അഥവാ കേഴ്സ് എനർജിയുടെ അളവുകോലില്ലാത്ത ഒരു മനുഷ്യൻ, വെറുപ്പ് കൊണ്ട് കെട്ടിച്ചമച്ച് അതിജീവനത്താൽ മൂർച്ച കൂട്ടിയ ഒരു ഇതിഹാസമായി മാറാതെ ഒരു മുന്നറിയിപ്പായി മാറിയ, നിയമങ്ങളെ തന്നെ നിലനിൽപ്പിലൂടെ ലംഘിച്ച ആ ഒരു മനുഷ്യൻ, സാക്ഷാൽ ടോജി ഫുഷിഗിറോ എന്ന ടോജി സെനിൻ. Okay, fine. Toji Fushiguro, one of the most screen time കുറഞ്ഞ ജുജുത്സു കൈസൻ characters who consistently overperform. Yes, ജുജുത്സു കൈസൻ കണ്ട ഒരാൾക്കും ടോജി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ അത്ര വേഗമെന്നല്ല ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. നമ്മൾ പല സീരീസിലും മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഓറനെ തന്നെ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ട് ചില സൈഡ് ക്യാരക്ടേഴ്സും അതും വളരെ കുറച്ച് സ്ക്രീൻ ടൈമും കൊണ്ട് നേടിയെടുക്കുന്ന പല ക്യാരക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നറൂട്ടോയിൽ നമ്മുടെ കക്കാഷിയുടെ അച്ഛനായിട്ടുള്ള സാക്കുമോ, ഷിസുയി, ഇവരൊക്കെ ഒരു പ്രൈം എക്സാമ്പിൾ തന്നെയാണ്. അതുപോലെ ജെജെഗോ വേൾഡിൽ അല്ലെങ്കിൽ ജുജുത്സു കൈസനിൽ പകരം വെക്കാനില്ലാത്ത ഒരു ഒന്നൊന്നര സൈഡ് ക്യാരക്ടർ ഓറ ഫാർമറാണ് ഈ പറയുന്ന ടോജി ഫുഷിഗിറോ. ഒരുപക്ഷെ ജെജെകെ എന്ന് പറയുന്ന അനിമെ ലോകത്തിനെ പറ്റി ഒന്നും അറിയത്തില്ലാത്തവർ പോലും ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടാകും. എനിക്ക് ചില ജിമ്മിലൊക്കെ പറയും എനിക്ക് ടോജിയുടെ ഫിസിക്കൊക്കെ വേണമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്നാലും ആരാണ് ഈ ടോജി ഫുഷിഗിറോ? അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമായി മാറിയത്? നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഫുൾ ലൈഫ് സ്റ്റോറി. സോ ടോജി ഫുഷിഗിറോ, ദ മാൻ ഹു ബ്രോക്ക് ദ ജുജുത്സു വേൾഡ്. ആദ്യം തന്നെ ഒറിജിൻ പറയാം. സെനിൻ ക്ലാൻ. യെസ്, 3 ഗ്രേറ്റ് ജുജുത്സു ഫാമിലി ജെജെക്കുണ്ട്. അതിൽ വൺ ഓഫ് ദി മെയിൻ ഫാമിലി തന്നെയാണ് ഈ സെനിൻ ക്ലാൻ. ഈ സെനിൻ ക്ലാനിലാണ് നമ്മുടെ ടോജി ഫുഷിഗിറോ ജനിക്കുന്നത്. നമുക്കറിയാമല്ലോ, സെനിൻ ക്ലാൻ എന്ന് പറഞ്ഞത് തന്നെ ബ്ലഡ് ലൈൻ പ്യൂരിറ്റി ഉണ്ട്, കേഴ്സ്ഡ് ടെക്നിക്സ് അവർക്ക് കിട്ടുന്നുണ്ട്, പവർ ഹൈരാർക്കി കൈമാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സെനിൻ ക്ലാനിൽ ചിൽഡ്രൻ ഏതെങ്കിലും പിള്ളേർ കേഴ്സ് എനർജി ഇല്ലാതെ ജനിച്ചോ അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ സാധാരണ മനുഷ്യരെക്കാളും താഴെയായിട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടോജി ജനിക്കുന്നത്. ടോജി വാസ് ബോൺ ആസ് ടോജി സെനിൻ. ഓക്കെ, അദ്ദേഹത്തിന് 0 ഗേൾസ് എനർജി ആയിരുന്നു, ഒരു കേഴ്സ്ഡ് ടെക്നിക്കും ഇല്ലായിരുന്നു. പൊട്ടൻഷ്യൽ സെനിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പോലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വെറും ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ടോജി ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അബ്യൂസ് ചെയ്യപ്പെട്ടു, മോക്ക് ചെയ്യപ്പെട്ടു, കളിയാക്കി. ഈവൻ കേഴ്സ്ഡ് സ്പിരിറ്റ് ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ട് പൂട്ടിയിട്ടിട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞവരെ അവൻ ഇതാക്കി ട്രോമ കൊടുത്തു, മെൻ്റൽ ട്രോമ കൊടുത്തു. ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ആനിമൽ എന്ന പോലെ ട്രീറ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അബ്യൂസാണ് ടോജിനെ എല്ലാ രീതിയിലും ഷേപ്പ് ചെയ്തെടുത്തത്. അതായത് പറഞ്ഞു വരുന്നത് ഹെവൻലി റെസ്ട്രിക്ഷനെ പറ്റി തന്നെയാണ്, ദ സോഴ്സ് ഓഫ് ഹിസ് പവർ. സോ ആദ്യം തന്നെ എന്താണ് ഈ ഹെവൻലി റെസ്ട്രിക്ഷൻ? ഇതൊരു ബൈൻഡിങ് വോവ് അല്ലെങ്കിൽ ഒരു ശബ്ദം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം തന്നെ പറയാം. അതായത് കേഴ്സ് എനർജി കംപ്ലീറ്റ്ലി മാറും, അതിന് എക്സ്ചേഞ്ച് ആയിട്ട് സൂപ്പർ ഹ്യൂമൻ ഫിസിക്കൽ എബിലിറ്റീസ് നമുക്ക് കിട്ടും. നമുക്ക് ടോജിയുടെ അപ്പിയറൻസിൽ തന്നെ കാണാം അദ്ദേഹം എന്തോരം ഇമ്പാക്റ്റ് ഉള്ള ഒരാളായിരുന്നെന്ന്. സോ ടോജിയുടെ ഹെവൻലി റെസ്ട്രിക്ഷൻ ആണ് ജെജെകെ വേൾഡിലെ മോസ്റ്റ് എക്സ്ട്രീം എവർ റെക്കോർഡഡ് എന്ന് തന്നെ പറയാം. സോ ഇതിൽ നിന്ന് ടോജി ഗെയിൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോജി അബ്സല്യൂട്ട് 0 കേഴ്സ്ഡ് എനർജി ഉള്ള ഒരാളായി മാറി. അബ്സല്യൂട്ട് 0 എന്ന് വെച്ചാൽ ഒന്നുമില്ല, 0. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ ടോജി എത്തി. എക്സ്ട്രീം സ്പീഡും റിഫ്ലെക്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു, ഗോഡ് ടയർ ഡ്യൂറബിലിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു, എൻഹാൻസ്ഡ് സെൻസസ് ആണ് എല്ലാ രീതിയിലും. അതായത് സാധാ ലെവലിലുള്ള സോഴ്സറിനേക്കാളും ഫാർ ബിയോണ്ട് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ കേഴ്സ്ഡ് ടെക്നിക്സിന് ഇദ്ദേഹത്തിന് റെസിസ്റ്റ് ചെയ്യുവാനും സാധിച്ചിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ ബോഡി തന്നെ ഒരു പെർഫെക്റ്റ് വെപ്പണായി മാറി എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ദ ഇൻവിൻസിബിൾ മാൻ എന്ന് പറയുന്നത്. യെസ്, ടോജിക്ക് ഒരു ഗേൾസ് എനർജി ഇല്ല, അതുകൊണ്ട് തന്നെ വേറെയുള്ള സോഴ്സറിൻ്റെ ബാരിയേഴ്സിന് ഇദ്ദേഹത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു ഡൊമൈൻസിനും ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കില്ല.
അതേപോലെ തന്നെ ഒട്ടുമിക്കുള്ള എല്ലാ സോഴ്സറേഴ്സിനും ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് പോലും സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. വൈ? കാരണം കേഴ്സ് എനർജി ഇല്ല. സോ അതുകൊണ്ട് തന്നെ ജുജുത്സു സൊസൈറ്റിയിൽ ടോജി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളെ കൊല്ലുവാൻ വന്നതെന്ന് തന്നെ കൂട്ടിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു പെർഫെക്റ്റ് അസാസിനായി, അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് ആൻറ്റി സോഴ്സറായി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവഞ്ച്വലി നമ്മുടെ ടോജി സെനിൻ ക്ലാനിൽ നിന്ന് അബാൻഡൺ ചെയ്യുകയാണ്. അവൻ അവിടെ നിന്ന് വിട്ടു പോവുകയാണ്. എല്ലാ രീതിയിലുള്ള ബന്ധനങ്ങളിൽ നിന്നും ആ ക്ലാനിൽ നിന്നും വിട്ടങ്ങ് പോയിട്ട് കംപ്ലീറ്റ്ലി അവരുടെ ഐഡിയോളജി അങ്ങ് തള്ളി പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് സെനിൻ ക്ലാനിൽ നിന്ന് പോവുകയാണ്. എന്നിട്ടാണ് ഇദ്ദേഹം ഫൂഷിഗിറോ എന്ന് പറയുന്ന ആ ഒരു നെയിം എടുക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫാമിലി നെയിമാണ് ഫൂഷിഗിറോ. അന്ന് മുതൽ ടോജി സെനിൻ ടോജി ഫൂഷിഗിറോയായി. ഇത് സത്യം പറഞ്ഞാൽ JJK വേൾഡിൽ ടോജി ബ്ലഡ് ലൈൻ ഡെസ്റ്റിനിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് സിംബോളിഫൈ ചെയ്യുന്നുണ്ട്. സോ ടോജി അങ്ങനെ മെർസനറിയായി, അതായത് പൈസയ്ക്ക് വേണ്ടി ആളെ കൊല്ലുന്ന ഒരാളായി. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സോഴ്സറേഴ്സിനെയും കേഴ്സ് യൂസേഴ്സ് കില്ലർ എന്ന് തന്നെ പറയാം, എ പ്രൊഫഷണൽ അസാസിൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ദ സോഴ്സറർ കില്ലർ എന്ന് പറയുന്ന നിക്നെയിം കിട്ടിയത്. ഇതിനാകെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് മാത്രമായിരുന്നു. ടോജി മെഗുമിയുടെ അമ്മേനെ, അതായത് ടോജിയുടെ വൈഫിനെ കെട്ടിക്കഴിഞ്ഞ് ഒരു ബ്രീഫ് പീരീഡ് വരെ അദ്ദേഹം ഭയങ്കര കാമായിരുന്നു, ലെസ് വയലൻ്റ് ആയിരുന്നു, ലെസ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിരുന്നു. ഒരു നല്ലൊരു മനുഷ്യനായിട്ട് തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ബട്ട് ഇതൊക്കെ നിലനിന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമായിരുന്നു. മെഗുമി ഉണ്ടായിട്ട് അവൻ്റെ അമ്മ മരിക്കുന്നിടം വരെ ആ ഒരു മരണം ടോജിനെ ഇമോഷണലി നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു മരണത്തിന് ശേഷമാണ് ടോജി ബാക്ക് ടു മറ്റേ ഗാംബ്ലിങ്ങും കില്ലിങ്ങും എമ്പത്തി ഒന്നും ഇല്ലാതെ ചുമ്മാ ആൾക്കാരെ കൊല്ലുന്നു, അസാസിൻ തന്നെ ഒരു തലക്കി പിടിച്ച പോലെ ആക്കുന്ന പോലെ ഇവളുടെ ഒരു മരണത്തിന് ശേഷമാണ്. എന്നിരുന്നാലും നമ്മുടെ മെഗുമി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ടോജിയാണ് അച്ഛൻ. മെഗുമിക്ക് ടോജി സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരുന്നു. ഇമോഷണലി ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ മെഗുമിക്ക് ആ ഒരു ഫാദർലി ഫീലൊന്നും അധികമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ടോജി ഒരു കാര്യം മനസ്സിൽ ഉറച്ചിരുന്നു, അതായത് സെല്ല് ചെയ്യാൻ. തൻ്റെ മകനായ മെഗ്യൂമിനെ സെനിൻ ക്ലാനിലേക്ക് സെല്ല് ചെയ്യണമെങ്കിൽ മെഗ്യൂമിക്ക് കേഴ്സ്ഡ് ടെക്നിക്ക് മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പോലെ സീറോ കേഴ്സ് ടെക്നിക്ക് ആവരുതെന്നുണ്ടായിരുന്നു. കാരണം അവനറിയാം കേഴ്സ് ടെക്നിക്ക് ഇല്ലെങ്കിൽ അവൻ്റെ തന്നെ ക്ലാൻ ഇവൻ്റെ മകനോട് എങ്ങനെ പെരുമാറുമെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മെഗ്യൂമി കേഴ്സ് ടെക്നിക്ക് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമേ സെനിൻ ക്ലാനിലേക്ക് മെഗ്യൂമിനെ സെല്ല് ചെയ്യുള്ളൂ എന്ന് ടോജിക്ക് ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇടയ്ക്കാണ് ടോജിക്ക് ഒരു മിഷൻ കിട്ടുന്നത്, സ്റ്റാർ പ്ലാസ്മ വെസൽ മിഷൻ. യെസ്, നമുക്കിവിടെ സീസൺ 2 JJKയിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ടോജി വേഴ്സസ് ദ സ്ട്രോങ്ങസ്റ്റ് എന്ന് തന്നെ പറയാം. ടോജി സത്യം പറഞ്ഞാൽ റീക്കോ അമന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടീനെ കൊല്ലുവാൻ വേണ്ടി ഒരു മിഷൻ ഏറ്റെടുക്കുകയാണ്. ഈ റീക്കോനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സാത്തോറോ ഗോജോയും സുഗുറോ ഗേറ്റോയും. സോ ടോജിക്ക് അറിയാം ഗോജോയുടെ പവേഴ്സും കാര്യങ്ങളും എല്ലാം. ഗോജോ അറിയാം ഇത് അൾട്ടിമേറ്റ് ഫൈനൽ ബോസാണ് JJKയിൽ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അന്യായമാണ്. സോ അങ്ങനെ ഇരിക്കുന്ന ഗോജോനെ നല്ല രീതിയിൽ പഠിച്ച് ഗോജോനെ ഇഷ്ടംപോലെ ഡേയ്സ് അദ്ദേഹം പഠിച്ചെടുത്തിട്ട് കേഴ്സ്ഡ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഗോജോയുടെ അറഗൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫൈറ്റാണ് ടോജി അവിടെ കാഴ്ചവെക്കുന്നത്. അതിലൊരു കാര്യം പറയുകയാണെ, ഇന്നേ വരെ JJK സീരീസിൽ ഗോജോനെ ആദ്യം പരാജയപ്പെടുത്തതായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ടോജി ആയിട്ടുള്ള ഫൈറ്റാണ്. അന്നേ വരെ ഒരാൾക്കും തൊടുവാൻ പോലും പറ്റിയാലെന്ന് പറഞ്ഞ ഒരാളെയാണ്. അതുകൊണ്ട് തന്നെയാണ് ടോജിക്ക് ഇപ്പോൾ ഫാൻ ബേസ് ഇത്രയും കൂടിയത്. ഗോജോ എന്ന് പറയുന്ന ഗോട്ട് ടയർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇവൻ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, ഗോജോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും ആ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവൈവ് ചെയ്ത ക്യാരക്ടേഴ്സ് ഗോട്ടഡ് ആണ്. ഇപ്പം നമ്മുടെ ഫ്യൂച്ചറിൽ കാണിക്കുന്ന നമ്മുടെ മിഗേൽ ഇവരെല്ലാം ഗോട്ടഡ് ആണ്. വൈ? ബിക്കോസ് ഗോജോ ആയിട്ടുള്ള ഫൈറ്റ് ഇവർ സർവൈവ് ചെയ്തു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഗോജോനെ തന്നെ കൊല്ലുന്ന ആദ്യമായിട്ട് വിവേക് ഫക്ഡ് അപ്പ് ഫസ്റ്റ് കണ്ടപ്പോൾ. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന ടോജി. വെറും ധൂളിക്ക് സമമാക്കിക്കൊണ്ടാണ് ടോജി ഗോജോനെ അവിടെ അടിച്ചിടുന്നത്. അടിച്ചിട്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അദ്ദേഹം വെട്ടി നുറുക്കിയെന്ന് തന്നെ പറയാം. തുടർന്ന് നമ്മുടെ റീക്കോയിനെയൊക്കെ വിത്തൗട്ട് ഹെസിറ്റേഷനിൽ കൊല്ലുന്നതുകൊണ്ടാണ് ഗേറ്റോനെ വേറൊരു രീതിയിൽ ഒരു വില്ലൻ ആർക്കിലേക്ക് മാറ്റുന്നത് തന്നെ. സോ ടോജി ഇതിനെല്ലാം കനോണാണ് കേട്ടോ. സോ ഇവഞ്ച്വലി നമുക്ക് ബാക്കി സ്റ്റോറി അറിയാം. ഗോജോനെ കൊന്നെന്ന് വിചാരിച്ച് ഗേറ്റോയുടെ അടുത്തോട്ട് പോകുന്നു. ഗേറ്റോയിനെയും പരാജയപ്പെടുത്തി പെണ്ണിനെയും കൊന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇതാണ്ട് ഗോജോ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഗോജോ അവൈക്കണാവുന്നു, ഫുള്ളി അവൈക്കണാവുന്നു. എന്നിട്ടാണ് ഗോജോ തിരിച്ച് ടോജിനെ ആ ഒരു പർപ്പിൾ അറ്റാക്ക് വെച്ചിട്ട് കൊല്ലുന്നതെന്ന് തന്നെ പറയാം. അവിടുന്ന് ടോജിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേർഡ്സ് എന്ന് പറയുന്നത് മൈ സൺ വിൽ ബി സോൾഡ് ടു ദി സെനിൻ ക്ലാൻ എന്നാണ്. നിനക്കിഷ്ടമുള്ളത് നീ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവൻ ഗോജോയോട് പറയുന്നത്. ഇവിടുന്നാണ് ഗോജോ പിന്നെ മെഗുമിനെ കണ്ടുപിടിക്കുന്നതും കൂടെ അവൻ്റെ ശിഷ്യനാക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ.
ഇത് കഴിഞ്ഞ് പിന്നെ ഷിബുയ ഇൻസിഡൻറ്റ് ആ ഒരു സമയത്താണ് വീണ്ടും ടോജീനെ കാണുന്നത്. അതായത് ടോജീനെ റിസറക്റ്റ് ചെയ്ത് ഒരു സിയൻസ് ടെക്നിക്ക് വെച്ചിട്ട് റിസറക്റ്റ് ചെയ്തെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ടോജിയുടെ ബോഡി മാത്രം ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ടോജിയുടെ ബോഡി റിസറക്റ്റ് ആകുന്ന സമയത്ത് അവൻ്റെ സോളിനെ ഇല്ലാതെ, അതായത് അവൻ്റെ ആത്മാവില്ലാതെ ബോഡീനെ റിസറക്റ്റ് ചെയ്യാൻ നോക്കിയ ടൈമിലാണ് അവൻ്റെ ഉള്ളിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് സോ പവർഫുൾ ആയിട്ട് ആ ഒരു ആരുടെ സോളാണോ ടോജിയുടെ ദേഹത്ത് ഇടാനിരുന്നിരുന്നത് അതിനെ സർപ്രസ് ചെയ്തുകൊണ്ട് ടോജിയുടെ സോൾ തന്നെ തിരിച്ചു വരികയാണ്. ഏതാ ലെവലെന്നൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ നിന്ന് ടോജി വേഴ്സസ് ഡേഗോൺ ആ ഫൈറ്റൊക്കെ ഓവർ പവർ ചെയ്യുന്നു. ഒരു സ്പെഷ്യൽ ഗ്രേഡ് യൂസറിനെ ഇൻസൈഡ് അവരുടെ തന്നെ ഡൊമൈനിൽ വെച്ചിട്ടാണ് ഓവർ പവർ ചെയ്യുന്നതെന്നൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ടോജി റിസറക്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ഫിസിക്കൽ പ്രൈമിലല്ല. ഹീസ് എ ലിവിങ് കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഡിഫൈൻസ് ഡോമിനൻറ്റ് റൂൾസ് ത്രൂ പ്യൂർ ഫിസിക്കൽ ഡോമിനൻസ്. അതുകൊണ്ട് തന്നെ ടോജി ഒരു ലിവിങ് അനോമലിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം. ഇത് കഴിഞ്ഞിട്ടാണ് ടോജി വീണ്ടും മെഗുമിനെ മീറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ അവൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ അവൻ ഫുഷിഗിറോ എന്ന് പറയുന്നു. ടോജി സ്മൈൽ ചെയ്യുകയാണ്. കാരണം അവന് മനസ്സിലായി മെഗുവി മസ്റ്റ് നോട്ട് ക്ലെയിംഡ് ആസ് എ സെനിൻ. അവൻ്റെ സൺ ഫ്രീ ആണെന്നും ടോജിയുടെ ഫൈനൽ ചോയ്സ്, അതായത് അവൻ ഇനിയും ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവനെ കൊല്ലേണ്ടി വരും, മെഗുവിനെ കൊല്ലേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ടാവണം ടോജി അവനെ തന്നെ കൊല്ലുകയാണ്. ഹി കിൽസ് ഹിംസെൽഫ്. ആദ്യമായിട്ട് നമ്മുടെ ടോജിയിൽ നിന്ന് കാണുന്ന ഒരു സെൽഫ്ലെസ് ആക്റ്റാണ് എൻറ്റയർ ആനിമേ സീരീസിൽ. ഒരു ഫൈനൽ ആക്ട് ഓഫ് ലവ് എന്ന് നിസ്സംശയം തന്നെ പറയാം. സോ ഇതാണ് ബേസിക്കലി ടോജിയുടെ ലൈഫ് സ്റ്റോറി വരുന്നത്. ഇനി നമുക്ക് ടോജിയുടെ ക്യാരക്ടർ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ടോജി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു റിബല്യനാണ്, വിധിക്കെതിരെയുള്ള ഒരു റിബല്യൻ. അതേപോലെ തന്നെ ഒരു ഫെയിലിയർ, ഒരു ബ്ലഡ് ലൈൻ, ഒരു എൻറ്റയർ റോയൽ ബ്ലഡ് ലൈനിൽ പിറന്നിട്ട് ഒരു ഫെയിലിയർ ആകുന്നതിനെ എങ്ങനെ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിനെ ഷേപ്പ് ചെയ്തെടുക്കും, ഒരു കുട്ടി എങ്ങനെയാണോ അങ്ങനെ ആവുന്നതെന്ന് കാണിച്ചു. അതേപോലെ തന്നെ കേഴ്സ്ഡ് എനർജി ഇല്ലാത്ത ഒരു പവർ എന്താണ്, ഫിസിക്കൽ ഡോമിനൻസ് എന്താണെന്ന് കാണിച്ചു തന്നു. ഒരു ട്രോമേനെ എങ്ങനെ വയലൻസിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിട്ട് ഈവൻ ഔട്ട് സ്മാർട്ടഡ് ദ ഗോജോ ഹിംസെൽഫ് എന്ന് വരെ എത്തുന്ന ഒരു രീതിയിലാക്കി. സോ ടോജി ഓഫ് കോഴ്സ് ഒരു ഹീറോ അല്ല, അതേപോലെ തന്നെ ഒരു വില്ലനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എ പ്രൊഡക്റ്റ് ഓഫ് അബ്യൂസ് ആൻഡ് സർവൈവൽ എന്ന് വേണമെങ്കിൽ പറയാം. ടോജി ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള പവേഴ്സ് ആൻഡ് എബിലിറ്റീസും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അറിയാലോ. ഫിസിക്കൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്, ലൈറ്റ്നിങ് ഫാസ്റ്റ് റിഫ്ലെക്സ് ഉണ്ട്, എൻഹാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധാരണ ഫിസിക്കൽ ഇതുമുണ്ട്, എക്സ്ട്രീംലി ഡ്യൂറബിൾ ആണ്. ഇനിയിപ്പോൾ കേഴ്സ്ഡ് ടൂൾ മാസ്റ്ററി നമുക്ക് നോക്കാം. ഇൻവേർട്ടഡ് സ്പിയർ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ ടെക്നിക്സിനെ നള്ളിഫൈ ചെയ്യുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ ഒരു റോ പവർ വെപ്പൺ അദ്ദേഹത്തിനുണ്ട്, പ്ലേഫുൾ ക്ലൗഡ് എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ചെയിൻ ഓഫ് 1000 മൈൽസ്. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന കേഴ്സ്ഡ് ടൂൾസ്. ഇതിലൊക്കെ തന്നെ മാസ്റ്ററാണ് അദ്ദേഹം. ഇനിയിപ്പോൾ ടാക്ടിക്കൽ ജീനിയസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലോങ് ടേം പ്ലാൻ ചെയ്തിട്ട്, ഗോജോനെ എങ്ങനെ ചെയ്തെന്ന് അറിയാലോ, എത്ര നാളത്തെ പ്ലാൻ ആയിരുന്നു. ലോങ് ടേം പ്ലാനും സൈക്കോളജിക്കൽ വാർഫെയറും വീക്ക്നെസ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ച് എവിടെയൊക്കെ എപ്പോൾ അടിക്കണമെന്ന് പുള്ളിക്ക് കറക്റ്റായിട്ട് തന്നെ അറിയായിരുന്നു. ഇനി ഒരു കാര്യം കൂടെയുണ്ട്, ആൻറ്റി ഡൊമൈൻ റെസിസ്റ്റൻസ്. ഡൊമൈൻസ് സാധാരണ ഓട്ടോലോഗ് ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മുടെ 2Gയുടെ അടുത്തും നടക്കുകയില്ല. 0 കേഴ്സ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബാരിയേഴ്സും ഡൊമൈൻസ് സ്ട്രഗിൾ ചെയ്യുകയാണ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി. ഗോജോ വരെ അറിഞ്ഞിട്ടില്ല, പുറകെ വന്നൊന്ന് ഓർത്ത് നോക്കുമ്പോൾ അറിയാലോ. അൾട്ടിമേറ്റ് ഫൈനൽ ബോസ് അറിഞ്ഞില്ല, പിന്നെ ആ സാധാ സോഴ്സറേഴ്സ്. ഇനിയിപ്പോൾ JJK വേൾഡിൽ 2Gയുടെ ആ ഒരു ലെഗസി എന്തുകൊണ്ടെന്ന് പറയണമെങ്കിൽ ഓഫ് കോഴ്സ് ഗോജയുടെ അവേക്കണിങ്ങിന് കാരണം ടോജിയാണ്. ടോജി ഇല്ലായിരുന്നെങ്കിൽ ഗോജ അവേക്കൺ ആവില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു തരത്തിൽ. ഇനിയിപ്പം ഗേറ്റോയുടെ ഫോൾ, ഗേറ്റോ വില്ലൻ ആർക്കിലേക്ക് പോകുന്നതും ട്രിഗർ ആവുന്നതും ടോജി കാരണം തന്നെയാണ്. മെഗുമിയുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്തിനും ഒരു രീതിയിൽ കാരണമാക്കിയിരിക്കുന്നത് ഈ ടോജി തന്നെയാണ്. കേഴ്സ്ഡ് എനർജി തന്നെയല്ല ഈ ലോകത്ത് ഏറ്റവും വലുതെന്ന് കാണിച്ചതെന്നും ടോജി തന്നെയാണ്. സോ ഇനിയിപ്പം നമ്മുടെ രീതിയിൽ ഓരോ ഇൻട്രോയോ എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന് പറയാൻ വേണ്ടി ഉണ്ടെങ്കിൽ, ഇൻ എ വേൾഡ് റൂൾഡ് ബൈ കേഴ്സ്ഡ് എനർജി, ടോജി ഫുഷിഗിറോ സ്റ്റൂഡ് ആസ് എ പ്രൂഫ് ദാറ്റ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ ഈസ് എ മാൻ വിത്ത് നത്തിങ് ലെഫ്റ്റ് ടു ലൂസ് എന്ന് തന്നെ പറയാം. സോ ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ടോജി ഫുഷിഗിറോനെ പറ്റി പറയുവാനുള്ളത്. വൺ ഓഫ് ദി മോസ്റ്റ് ഫാൻ ഫേവറേറ്റും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റുമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് JJKയിൽ ടോജി ഫുഷിഗിറോ. സോ ഇതുപോലത്തെ ക്യാരക്ടർ അനലൈസേഷൻ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നാരുട്ടോ, വൺ പീസ്, JJK അതുപോലെയുള്ള എല്ലാ ആനിമയിൽ നിന്നും. സോ അതുവരെ ടാറ്റ ബോയ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ.